അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അധികമായാൽ അമൃതും വിഷം. നമ്മൾ പണ്ടേ കേൾക്കുന്ന ഒരു പഴമൊഴിയാണ്. അത് നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചേർത്തി വായിക്കുക. ഒരു മനുഷ്യ ശരീരത്തിന് ഷുഗർ ആവശ്യമാണ്, പ്രഷർ ആവശ്യമാണ്, കൊളസ്ട്രോൾ ആവശ്യമാണ്. എന്നാൽ അതൊക്കെയും അധികമായാൽ അത് വലിയ ദോഷം ചെയ്യും. കുറഞ്ഞു പോയാലും തദൈവ, അപ്രകാരം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല സാധന സാമഗ്രികളും. അതിൽ ഏറ്റവും വലിയ ഒന്നാണ് മൊബൈൽ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഇല്ലാതെ ഒരു ദിവസം തള്ളി നീക്കുക എന്ന് പറയുന്നത് ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം പ്രയാസമുള്ള കാര്യമാണ്. തീരെ മൊബൈൽ ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്, വളരെ കുറവാണ്. എന്നാലും ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്നത് എല്ലാവരും മൊബൈലിൽ തന്നെയാണ്. ആ മൊബൈല് അതിൻ്റെ ഉപയോഗം അധികരിക്കുന്നത് കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ നാം നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് നമ്മുടെ ചുറ്റുഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്ര കുടുംബങ്ങളാണ് മൊബൈൽ ഉപയോഗം ദുരുപയോഗത്തിലേക്ക് പോയതിൻ്റെ പേരിൽ ശിഥിലമായിരിക്കുന്നത്. ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധം മുറിച്ചവരുണ്ട്, മുറിവിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവരുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ട്രാപ്പുകളിൽപ്പെട്ടോ, അല്ലെങ്കിൽ ഇന്ന് ഒരുപാട് ആപ്പുകൾ, ചാറ്റ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കുന്ന ഒരുപാട് ആപ്പുകൾ വളരെ സുലഭമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെയും അംഗത്വമെടുത്തുകൊണ്ട് സംസാരിക്കാനുള്ള സുഹൃത്തിനെയും തേടി കാത്തിരിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എത്തി നാം ഓരോരുത്തരും ചിന്തിക്കണം. പല തരത്തിലുള്ള ആപ്പുകൾ വഴി കയറി പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവസാനം സ്വന്തം ജീവിതം പോലും അവതാളത്തിലാകുന്ന, അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിന് വലിയൊരു വെല്ലുവിളിയായി അത്തരത്തിലുള്ള ഉപയോഗം എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാവാത്തത്? ഇന്ന് AI കാലമാണ്. AI എന്താണ്? AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വികാരമില്ലാതെ നാം കൊടുക്കുന്ന എന്ത് പണിയും അതങ്ങനെ എടുക്കും. അതിൽ നമ്മൾ തന്നെ പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പലർക്കും ഇന്നും മനസ്സിലാവുന്നില്ല. എത്രയോ ബന്ധങ്ങൾ, മക്കളുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, ന്യൂ കപ്പിൾസ് ഉണ്ട്, ഓൾഡ് കപ്പിൾസ് ഉണ്ട്. മൊബൈല് കാരണം, അല്ലെങ്കിൽ മൊബൈലിൻ്റെ വഴിവിട്ട ബന്ധം കാരണം കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്ന, കുടുംബം തകർന്നുപോയ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്നിട്ടും നാം പഠിക്കുന്നില്ല. നമ്മുടെ മക്കളെ അത്തരത്തിലുള്ള തെറ്റിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൂഷ്യ സ്വഭാവത്തിൽ നിന്ന് നാം മാറ്റി നിർത്തുന്നില്ല എന്നുള്ള നഗ്ന സത്യം ഇനിയും നാം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബന്ധത്തിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരുന്ന വിഷയം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് കാണേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ മക്കൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയം നാം കാണുന്നില്ല, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് നാം അറിയുന്നില്ല, അവരൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഇതൊക്കെ നാം അവസാനം എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുടുക്കിൽ ചെന്നെത്തിയതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനു മുമ്പ് രക്ഷിതാക്കളായ നാം ഓരോരുത്തരും അതിനെക്കുറിച്ച് ബോധേടാവണം. അത്തരത്തിലുള്ള കെണികളെക്കുറിച്ച് വളരെ വ്യക്തമായി നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. നമ്മുടെ മക്കളോ, നമ്മുടെ കുടുംബമോ, നമ്മുടെ അയൽവക്കത്തോ, നമ്മുടെ ആരും, നമുക്കറിയുന്നവരോ അറിയാത്തവരോ ആരും അത്തരത്തിൽ പെട്ടുപോകരുത് എന്ന ബോധം നമുക്കുണ്ടാവണം. യഥാർത്ഥത്തിൽ നമ്മളെങ്ങനെയാ അത്തരത്തിലുള്ള ഏതെങ്കിലും ഗോസിപ്പ് മെസ്സേജുകൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനടി ഷെയർ ചെയ്യാനാണ് ഓരോരുത്തരും നിൽക്കുക. പറയാറുണ്ടല്ലോ, ആരാൻ്റെ ഉമ്മയെ ഭ്രാന്തനായി കടിച്ചാൽ കാണാൻ നല്ല ചേലാണ്. അനുഭവത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ പ്രയാസം അറിയുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയും, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മെയും അത്തരത്തിലുള്ള ദൂഷ്യ സ്വഭാവങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. മൊബൈൽ
കുടുംബജീവിതത്തിന് വില്ലനായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും സൂക്ഷിക്കുക, മനസ്സിലാക്കുക. മൊബൈലിനോടുള്ള അഡിക്ഷൻ അത് നാം തന്നെ ക്രമീകരിക്കുക. നമ്മുടെ മക്കളെ നാം അതിന് ഉത്സാഹിപ്പിക്കരുത്. ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ, നാം പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ, അവരാവശ്യപ്പെടുന്ന സമയത്ത് അവർക്ക് മൊബൈൽ കൊടുത്തിട്ട് അവരെ മൂലക്കിരുത്തുന്ന ആ ഒരു പ്രകൃതി നമ്മളത് മാറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള പ്രയാസങ്ങളെ തൊട്ട് നമ്മയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.